എങ്ങനെ എളുപ്പത്തിൽ നല്ല രുചികരമായ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 4-5 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. നല്ല രീതിക്ക് അതിൻ്റെ തൊലി പീൽ ഓഫ് ചെയ്ത് കളഞ്ഞു, കഴുകി വൃത്തിയാക്കി അതിനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇതിനെ ഞാൻ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തണുത്ത വെള്ളത്തിൽ ഞാൻ അതിനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. 5 മിനിറ്റത്തേക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക, തണുത്ത വെള്ളത്തിൽ. കാരണം ഇതിൽ സ്റ്റാർച്ച് കണ്ടന്റ് ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം നമ്മൾ അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 5 മിനിറ്റിന് ശേഷം നമ്മളുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. 2 സെക്കൻഡ് വേവിക്കാൻ വെക്കുക. 2 സെക്കൻഡിന് ശേഷം നമ്മൾ ഈ ചൂടുവെള്ളത്തിന് ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയുക. അടുപ്പത്ത് പാൻ വെക്കുക. ആവശ്യാനുസരണം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മളുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ പാൻ ചെറുതായതിന് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമാണ് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് A4 ഷീറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഒരു പിഞ്ചുപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. നല്ല രുചിയേറും പൊട്ടറ്റോ ഫ്രൈ തയ്യാറായിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായി ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു എവ്രിവൺ. inside